ഇന്നത്തെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എംപുരാൻ മാനിയ ഇതാ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിലീസ് ചെയ്യാൻ 3 ദിവസങ്ങൾക്ക് ബാക്കി നിൽക്കെ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇതാ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. വേൾഡ് വൈഡ് പ്രീ സെയിലിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 50 കോടിക്ക് മുകളിലാണ് എംപുരാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ ദിവസം എംപുരാന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 50 കോടിക്ക് മുകളിലായിരിക്കും. ഇത് 3 ദിവസം ബാക്കി നിൽക്കെ 100 കോടിയിലേക്ക് എത്തുമോ എന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഗംഭീരമായ റെസ്പോൺസ് ആണ് എംപുരാന് വേൾഡ് വൈഡ് കിട്ടിയിരിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന മമ്മൂക്കയുടെ ആക്ഷൻ സ്റ്റൈലിഷ് സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കട്ട് ഫിനിഷ് ആയിരിക്കുന്നുണ്ട്. അത് ട്രെയിലർ കട്ട് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. നമുക്കറിയാം, ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. അതായത് മമ്മൂക്കയുടെ ഒരു ആക്ഷൻ സ്റ്റൈലിഷ് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ കാത്തിരിക്കുക. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. മിക്കവാറും എംപുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിനൊപ്പമായിരിക്കും ഈ ബസൂക്കയുടെ ട്രെയിലർ വരുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ സൂചിപ്പിക്കുന്നത്. തളപതി വിജയുടെ അവസാന സിനിമ എന്ന് പറയുന്നതാണ് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ. നമുക്കറിയാം, അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് ശേഷം കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലോട്ട് ഇറങ്ങുകയാണ്. ഈ ഒരു സിനിമ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഈ ഒരു ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് 2026 പൊങ്കലാണെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ആഴ്ച തന്നെ വരുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നയൻതാര നിവിൻ പോളി കോംബോയിൽ വരാൻ പോകുന്ന സിനിമയാണ് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. വരാൻ പോകുന്ന നിവിൻ പോളി സിനിമകളിൽ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നിവിൻ പോളി തന്നെയാണ് തന്റെ സമൂഹ മാധ്യമങ്ങൾ കൂടി ഈ ഒരു ഷൂട്ടിംഗ് റാപ്പ് ചെയ്ത വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നയൻതാര നിവിൻ പോളി കോംബോ എന്ന് പറയുമ്പോൾ തന്നെ ലവ് ആക്ഷൻ ഡ്രാമ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയും വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. AR മുരുകദാസ് സൽമാൻ ഖാൻ കോംബോയിലുള്ള വരാൻ പോകുന്ന സിനിമയാണ് സിക്കന്ദർ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ ഈ വരുന്ന മാർച്ച് 30-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിനോട് മുന്നോടിയായി തന്നെ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കംപ്ലീറ്റ്ലി ആക്ഷൻ ടൈപ്പ് ഓഫ് സിനിമയാണ് സിക്കന്ദർ എന്ന് പറയുന്നത്. AR മുരുകദാസിന്റെ മേക്കിങ്ങും സൽമാൻ ഖാന്റെ ഒരു സ്ക്രീൻ പ്രസൻസും കൂടെ എല്ലാം കൂടെ കൂട്ടി ഒരു പക്ക ആക്ഷൻ സിനിമയായിട്ടാണ് സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ വരാൻ പോകുന്നത്. സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ ഏതാ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ 2 കോടി വ്യൂസ് കിട്ടുന്ന ബോളിവുഡ് സിനിമ എന്ന് പറഞ്ഞ റെക്കോർഡ് ഇപ്പോൾ സിക്കന്ദർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ട്രെയിലർ എന്ന സിനിമ കൂടി സിക്കന്ദർ കരസ്ഥമാക്കുമെന്നാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.